രാജൻ വളരെ പതുക്കെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കുട്ടികളുടെയും പവിത്രയുടെയും കൈകളിൽ ആയുധങ്ങളൊന്നും കാണാതിരുന്നത് അയാളെ അത്ഭുതപ്പെടുത്തി. സുകന്യയെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാതെ വന്നതായിരിക്കാം എന്ന നിഗമനത്തിൽ അയാൾ എത്തിച്ചേർന്നു. രാജൻ പുറത്തെത്തിയിരുന്നു. അകത്തുനിന്നും അപ്പോഴും സുകന്യയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. പവിത്ര, ചെല്ലം എനക്ക് തെരയും, എല്ലാ തെരയും, നീ തിരുമ്പി വര പോരെയെന്ന്. പവിത്ര ചുണ്ടിൽ പുച്ഛം നിറച്ചു ഒന്ന് ചിരിച്ചു. അത് രാജനെ അത്ഭുതപ്പെടുത്തി. അയാൾ കൗതുകത്തോടെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നു. പവിത്ര ഭയം തെല്ലുമില്ലാതെ അവിടെ തന്നെ നിന്നു. അടുത്ത നിമിഷം പുറകിൽ സുകന്യ കിടന്ന റൂമിന്റെ വാതിലടഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ രാജന് കാര്യം മനസ്സിലായില്ല. സുകന്യയെ കെട്ടിയിരുന്നതിനാൽ അവൾക്ക് സ്വയം കെട്ടഴിക്കാൻ പറ്റിയില്ല എന്നയാൾക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് പവിത്ര നിന്നിടത്തേക്ക് നോക്കിയ രാജൻ അവൾ നിന്നിട ശൂന്യമാണെന്ന് കണ്ടു. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. രാജൻ നിരാശയോടെ നടുമുറ്റത്തേക്ക് നടന്നു. അയാൾ ചുറ്റും നോക്കിയെങ്കിലും അവിടെ എവിടെയും പവിത്രയോ മക്കളെയോ കണ്ടില്ല. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ രാജൻ സുകന്യയെ കെട്ടിയിട്ടിരുന്ന റൂമിലേക്ക് തിരിഞ്ഞു. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സുകന്യയെ കെട്ടിയിട്ടിരുന്ന കട്ടിൽ ശൂന്യമായിരുന്നു. രാജൻ പെട്ടെന്ന് തന്നെ അലേർട്ടായി. അയാൾ ചുറ്റും നോക്കി. തന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. പവിത്ര തനിച്ചല്ല വന്നത് എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. നിശബ്ദത. രാജൻ ഒരുമാത്രം അനങ്ങാതെ നിന്നു. പിന്നെ അയാൾ മെല്ലെ നടുമുറ്റത്തിന്റെ മധ്യഭാഗത്തേക്ക് നടന്നു. ഒരു സീൽക്കാരം പോലെ ഒരു ശബ്ദം അയാളുടെ ചെവിയുടെ നേർക്ക് വന്നു. അത് എന്തെന്നറിയുന്നതിന് മുൻപ് രാജന് തന്റെ ചെവിയിൽ അസഹ്യമായ വേദന തോന്നി. തൊട്ടു നോക്കിയപ്പോൾ ചോരയുടെ തണുപ്പ് അയാൾ അനുഭവിച്ചറിഞ്ഞു. ചെവി നന്നായി മുറിഞ്ഞിരിക്കുന്നു. ആ കുരുത്തം കെട്ട പിള്ളേരാണ്. അവർ രണ്ടും ഒളിച്ചിരുന്ന് തെറ്റാൽ ഉപയോഗിക്കുകയാണ്. രാജന് ദേഷ്യം വന്നിട്ട് സമനില തെറ്റുന്നത് പോലായി. അയാൾ കല്ല് വന്ന വഴിയിലേക്ക് നോക്കി. അവിടെ അർപ്പിത നിൽക്കുന്നുണ്ടായിരുന്നു. രാജൻ അലറിക്കൊണ്ട് അർപ്പിതിന് നേർക്കോടി. അർപ്പിത അനങ്ങാതെ അവിടെ തന്നെ നിന്നതേയുള്ളൂ. അർപ്പിതിനരികിൽ എത്തിപ്പോയി എന്ന് രാജന് തോന്നിയ ശേഷം ഇരുട്ടിൽ നിന്നെന്ന വണ്ണം അർപ്പിതിന് മുന്നിലേക്ക് കയറി നിന്ന ഒരാൾ തന്റെ കയ്യിലിരുന്ന വടികൊണ്ട് രാജനെ വീശിയടിച്ചു. പെട്ടെന്ന് മുന്നിൽ ഒരാളെ കണ്ടതിന്റെ അമ്പരപ്പ് മാറും മുൻപേ ശക്തമായ അടിയേറ്റ് രാജൻ പുറകോട്ട് മലർന്നടിച്ചു വീണു. നേരത്തെ മുറിഞ്ഞ ചെവിക്ക് വടികൊണ്ടുള്ള അടി കൂടി ഏറ്റതോടെ അയാൾ ഉറക്കെ കരഞ്ഞുപോയി. കുറച്ചു നേരത്തേക്ക് രാജനൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ അയാൾക്ക് കാഴ്ച തെളിഞ്ഞു വന്നു. താൻ ചുറ്റും 5ലേറെ പേരുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. രാജൻ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കൈ കുത്തി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും അടി വീണു. കുറച്ചുപേർ സുകന്യയെയും പവിത്രയെയും മക്കളെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു. രാജന്റെ പുറത്ത് സ്പൂണ് കൊണ്ട് കുത്തുകിട്ടിയ ഭാഗത്തു നിന്നും ശരീരം ഇളകിയതിനാലാവാം രക്തം നന്നായി ഒഴുകുന്നുണ്ടായിരുന്നു. അവിടെ കൂടിയ ആൾക്കാർ ചുറ്റും നിന്ന് അയാളെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. അവസാനം രാജന്റെ ബോധം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അയാൾ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടതോടെ അയാളെ തല്ലുന്നത് അവർ നിർത്തി. അപ്പോഴേക്കും പുറത്ത് പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അതോടെ അയാളെ തല്ലിയവർ അവിടെ നിന്ന് ഓരോ വഴിക്ക് മാറി. പോലീസുകാരെ രാജനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. വലിയ ക്ഷീണമൊന്നുമില്ലാതെ രാജൻ എഴുന്നേറ്റ് നിന്നു. അത് കണ്ടപ്പോഴാണ് ബോധം നഷ്ടപ്പെട്ടതുപോലെ രാജൻ അഭിനയിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. പോലീസുകാർ രാജനെ വിലങ്ങു വെച്ചു ജീപ്പിലേക്ക് കയറ്റി. അതേസമയം തന്നെ സുകന്യയും മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സുകന്യയുടെ വീട്ടിൽ നിന്ന് വന്ന കാറിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അവരുടെ വീട്ടിലെ ഡ്രൈവർ തന്നെ ആയിരുന്നു വന്നത്. സുകന്യയെ നോക്കി രാജൻ പല്ല് കടിക്കുന്നുണ്ടായിരുന്നു. അവൾ അയാളെ നോക്കിയതേയില്ല. കാറും ജീപ്പും മുന്നിലും പിന്നിലുമായി നീങ്ങി. നേരം പുലരാറായിരുന്നു. 2 വാഹനങ്ങളും ഹോസ്പിറ്റലിലേക്കാണ് നീങ്ങിയത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ സുകന്യ നടക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടു. രാജനെ വിലങ്ങഴിക്കാതെ പോലീസുകാർ നടത്തിച്ചു കൊണ്ടുപോയി. സുകന്യ കാഷ്വാലിറ്റിയിൽ നിന്ന് മുറിവ് ഡ്രസ് ചെയ്തു വീട്ടിലേക്ക് മടങ്ങി. അതേസമയം പോലീസുകാർ പരക്കം പായുന്നത് കണ്ടു. മുറിവിൽ മരുന്ന് വെക്കുന്നതിനിടെ രാജൻ അറ്റൻഡറെ പരിക്കേൽപ്പിച്ചു അവിടെ നിന്നു രക്ഷപ്പെട്ടിരുന്നു. ഇതൊന്നും അറിയാതെ സുകന്യ കയറിയ കാറ് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയിരുന്നു. സുകന്യ പതിയെ സീറ്റിൽ ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചു. അവളും ഡ്രൈവറും മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. സീറ്റിൽ ചാരിയിരുന്നപ്പോൾ ഡ്രൈവറുടെ ഷോൾഡറിൽ രക്തമൊഴുകാൻ തുടങ്ങി. അത്രയും നേരത്തെ ക്ഷീണവും വേദനയും എല്ലാം കൂടി സുകന്യയെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. ഡ്രൈവറുടെ ചെവിയിൽ നിന്നും ഒരു തുള്ളി രക്തം സീറ്റിലേക്ക് വീണു. അയാളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി തെളിഞ്ഞു നിന്നിരുന്നു. കാർ ഇരുട്ടിലൂടെ അമിത വേഗതയിൽ നീങ്ങി. അപ്പോൾ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നു.